സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയത്തെ തന്നെ അതിമനോഹരമായ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ വളരെ മനോഹരമായ ഒരു കോളേജിലാണ്. ഈ കോളേജ് പല സിനിമകളിൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളും വളരെ നല്ല അന്തരീക്ഷവും ഒക്കെ ഉള്ളൊരു കോളേജാണ്. വളരെ നല്ല കുട്ടികളാണ്. കോളേജ് മറ്റൊന്നുമല്ല, CMS കോളേജാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജാണ്. 207 വർഷം പഴക്കമുണ്ട് ഈ കോളേജിൽ. ഇവിടുത്തെ കുട്ടികളൊക്കെ നമ്മുടെ ഡയലോഗൊക്കെ പറയാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുക. നമുക്ക് ഏതായാലും ഡയലോഗുമായി അങ്ങോട്ട് പോകാം. കം ഓൺ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാലാണ്. ഈ മാസ് ആറ്റിറ്റ്യൂഡ് ഡയലോഗ് കേരളത്തിലെ എല്ലാ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റും. പക്ഷേ ബിഗ് ബിയിലെ ഈ ഡയലോഗല്ല നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ബിഗ് ബിയിലെ തന്നെ മറ്റൊരു മാസ് ഡയലോഗുമായി നമ്മൾ CMSലെ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. കം ഓൺ. നീയൊക്കെ അരട്ടൗസർ ഇട്ടുണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിൻ്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിൻ്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ CMSലെ കുട്ടികളെന്ന് ഞാൻ പറഞ്ഞു ഇൻട്രോയിൽ. പക്ഷേ സുന്ദരികളായ കുട്ടികളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കി സെലക്ട് ചെയ്ത് തന്നെയാണെന്ന്. അപ്പോൾ നമുക്ക് ഡയലോഗ് കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനങ്ങ് വിളിക്കുകയാണ് ഫെമിയ. ആരാണ് ഫെമി? വരും. യെസ്, ഫെമി, ബിഗ് ബി കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് പടം? മറ്റേ കൊച്ചി പഴയ കൊച്ചിയല്ല, ആ ഡയലോഗ് അറിയാം? കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ. അതാണ് ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? അത് ഒരു നല്ലൊരു കൈയടി ആറ്റിറ്റ്യൂഡ് കൊടുക്കുക. പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന ഡയലോഗ് വേറെയാണ്. അപ്പോൾ റെഡിയല്ലേ? 1 2 3 ഗോ. നീയൊക്കെ ട്രൗസർ ഇട്ടുകൊണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിൻ്റെയൊക്കെ ഇക്കാമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിൻ്റെ കൊലപാതകത്തിൻ്റെ സാക്ഷി ഇവിടെ എവിടെയോ ഉണ്ട്. നിൻ്റെയൊക്കെ ബാപ്പയോ ഇക്കാമാരോ ആണെങ്കിൽ കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവന്മാരെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. ഓ, അടിപൊളി കേട്ടോ. സൂപ്പർ സൂപ്പർ. ഫെമിയുടെ മനോഹരമായ പെർഫോമൻസിന് ശേഷം ഞാൻ വിളിക്കുന്നു ഒരു സിനിമാ താരത്തെയാണ്, അനന്തലക്ഷ്മി. യെസ്, അനന്തലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ BA എക്കണോമിക്സ്. ഉറപ്പിക്കാവോ? മറന്നുപോയി, ഇവിടെ 3-4 കൊല്ലമായിട്ടുണ്ട്. അതുകൊണ്ട് ഡയലോഗ് പഠിച്ചോ? സിനിമ കണ്ടായിരുന്നോ? ബിലാൽ എങ്ങനെയുണ്ട് സിനിമ? അടിപൊളി പടം. സൂപ്പർ. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്യുക. ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി കുറച്ച് താന്നു പോയി, അതിനകത്ത് കുറച്ചുകൂടെ മേളിൽ വേണം. പായത്തി പിടിച്ചു നോക്കി. റെഡി, ആക്ഷൻ. നീയൊക്കെ അരട്രൗസർ ഇട്ടുകൊണ്ട് അജന്തയിൽ ആദ്യപാപം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിൻ്റെയൊക്കെ ഇക്കാനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ഇവിടെ എവിടെയോ ഉണ്ട്. അതിൻ്റെ ബാപ്പയോ മച്ചാനോ ആണെങ്കിൽ അവരോടൊന്ന് പറഞ്ഞേക്കണം, ടീച്ചറുടെ മകൻ ബിലാൽ വന്നിട്ടുണ്ട്. അവനെ കിട്ടാതെ ബിലാലി കടമിടുന്ന പ്രശ്നമില്ല. അടിപൊളി, സൂപ്പർ കേട്ടോ. നല്ലൊരു ആർട്ടിസ്റ്റ് കേട്ടോ. അല്ല, സംഭവം കൊള്ളാം, അടിപൊളി. അപ്പോൾ അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു ആഞ്ചല. വരക്കം തന്നെ ഒരു മാസിലാണ്. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ BA എക്കണോമിക്സ്. ഓക്കെ, ഒരു കലാകാരിയാണെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇപ്പൊ ആവാൻ തുടങ്ങുകയാണ് അങ്ങോട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. റെഡി, ആക്ഷൻ. നീയൊക്കെ ഉണ്ടല്ലോ, ആര ട്രൗസർ ഇട്ട്
നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. സ്പീഡ് വേണം. അത് വേണ്ട. No, it's okay. Thank you. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് വരുന്ന ടൈമിൽ സൗണ്ട് വേണം. അയ്യോ സ്വന്തമായിട്ട് കേട്ടാ പോരാ. ഫ്ലോയും പോയി. ആക്ഷൻ. നീയൊക്കെ അര ട്രൗസർ ഇട്ട് ആദിഭാവം കണ്ടുകൊണ്ടിരിക്കുക. അയ്യോ മറന്നുപോയി. ഊമ പെൺകുടിയുടെ ഉള്ളിൽ പട്ടികളുണ്ട്, അല്ല സോറി പാട്ടുകളുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഇക്കയോടോ വാപ്പയോടോ ഒക്കെ ചോദിച്ചാൽ അറിയാം. പാപ്പയെടുത്ത് ചോദിക്കണം. അയ്യോ ഇക്കടുത്ത് ഇക്കയോട് വെച്ചാൽ മാത്രം മതിയോ? മതി. എന്റെ ഇക്കയോടൊക്കെ ചോദിച്ചാൽ അറിയാം. എന്നെ അറിയും, എന്റെ അമ്മ അറിയും. മേരി ടീച്ചറുടെ മോനാ ഞാൻ. അയ്യോ ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് മാറ്റി. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഇക്കാനോട് ചോദിച്ചാൽ അറിയും. ഇവിടെ അടുത്താ വീട്. അതല്ല ഇക്കാരോട് എന്നെ നോക്കുന്ന ഇക്കാരോട് അറിയാം ഞാനാന്ന് ചോദിച്ചത്. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഞങ്ങളുടെ അമ്മ അറിയും. അടിപൊളി ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഞങ്ങളുടെ അമ്മ അറിയും. മേരി ടീച്ചർ. ആറ്റിറ്റ്യൂഡ് ഇട്ടോണ്ട് ഇന്ന് വിറയ്ക്കാനല്ല പറഞ്ഞത്, അവരെ വിറപ്പിക്കാനാ പറഞ്ഞത്. അയ്യോ ഇതെന്താ ചുഴലിദിനം പിടിച്ച പോലെ. ഞങ്ങളുടെ അമ്മ അറിയും. മേരി ടീച്ചറുടെ കൊലപാതകത്തിന് ഒരു സാക്ഷി ഇപ്പോഴും ഇവിടെ ഉണ്ട്. കരയോ? ഇല്ല. അതിന്റെ ഇക്കയോ വാപ്പയോ വല്ലോ ആണെങ്കിൽ വാപ്പ വേണോ? ഇക്ക പോലെ. അതിന്റെ അല്ല, വാപ്പയോ correct അല്ല, ഇക്ക വാപ്പ. അതിന്റെ മച്ചാൻ. വാപ്പയോ മച്ചാനോ ആണെങ്കിൽ പറഞ്ഞേര്. മേരി ടീച്ചറുടെ മോൻ വന്നിട്ടുണ്ട്. ഓനെ കിട്ടാതെ ബിലാലി സീൻ വിടുന്ന പ്രശ്നമില്ല. അടിപൊളി, സൂപ്പർ. എക്സ്ക്യൂസ് മീ മാഡം, എന്താ വിളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി, അവർക്കിഷ്ടാവോ എന്തോ. അങ്ങനെ രസകരമായ പെർഫോമൻസിന് ശേഷം എത്തുന്നു ലിൻഷ. ലിൻഷ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ MA എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് തുടങ്ങാം, ഡയലോഗ് തുടങ്ങാം. നീയൊക്കെ അര ട്രൗസർ ഇട്ടുകൊണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ കളം വിട്ടതാ, അല്ല സീൻ വിട്ടതാ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇനി തുറന്നു പറഞ്ഞാട്ടെ, എന്തുവാ? നീയൊക്കെ അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. ഞങ്ങളുടെ വീട്ടില് ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? നീയൊക്കെ ഉണ്ടല്ലോ അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഇക്കമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മേനറിയും. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പയോ മച്ചന്മാരെങ്ങാനാണെങ്കിൽ അവരോട് ചെന്ന് പറയണം, മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന്. അവസാനത്തെ ഡയലോഗ് ഇല്ല, ഞാൻ ഒന്നും പറയിപ്പിക്കും. മഹാഭാവി സഹായിച്ചില്ലെങ്കിൽ സാരല്ലോ, ഉപദ്രവിക്കാതിരുന്നാ മതി. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല പൊന്നു മോനെ. ഓക്കെ, അടിപൊളി. ബിഗ് ബിയുടെ ആറ്റിറ്റ്യൂഡിന് ശേഷം എത്തുന്നു അഞ്ജന. ആരാണ്? യെസ്, അഞ്ജന. എന്താണ്, ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി. നാട് നാട് ഇവിടെ തന്നെ, കോട്ടയം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ എക്കണോമിക്സ്. റെഡി അല്ലേ? പിന്നെ റെഡി. റെഡി, 1 2 3 ഗോ. നീയൊക്കെ പണ്ട് നീയൊക്കെ പണ്ട് അടവിറ്റ് കിടന്ന കാലം ഉണ്ടല്ലേ? മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലിയ എന്താ പറയുന്ന ഒരു അഡ്വൈസറി എന്നൊക്കെ പറയുന്നത്. ലീഗൽ അതെ തന്നെ. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. നീയൊക്കെ പണ്ട് അര ട്രൗസറും വിട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ കിക്കാമാരോട് ചോദിച്ചാൽ അറിയും. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെയൊക്കെ ബാപ്പാമാരോടോ മച്ചാമാരോടോ ചോദിച്ചാൽ അറിയും. മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കെട്ടിയിട്ട് പിള്ളേരല്ലേ പിള്ളാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി ഒന്ന് പൊറോട്ടടിക്കുക. നിന്റെയൊക്കെ ബാപ്പാമാരോ മച്ചാമാരോ ആണ് സാക്ഷിയെങ്കിൽ മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവരെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. അടിപൊളി. ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ് സീനറി,
അവിടെ പോയി ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. ഇനി നമുക്ക് വേദിയിലേക്ക് വിളിക്കാം ഡോണ. യെസ് ഡോണ. എന്തുണ്ട് ഡോണ? സുഖമല്ലേ? എവിടെ നാട്? ഇവിടെ ഇവിടെ ഇടുക്കിയിലാണോ? അടിപൊളി സ്ഥലമാണല്ലേ. വണ്ടിപ്പെരിയാറൊക്കെ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ്. എങ്ങനെയുണ്ട് അവിടെ? ഇവിടുത്തെ കാട്ടി നല്ല ക്ലൈമറ്റ് ആണോ? അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നീയൊക്കെ പണ്ട് അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദ്യ പാവം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഒക്കെ ഇക്കമാർക്ക് അറിയാം. എന്താ അറിയാം? ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. എന്തോ അറിയാം. അത് പറ. നീയൊക്കെ അര ട്രൗസർ ഇട്ടോണ്ട് അജന്തയിൽ ആദ്യ പാവം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലേ എന്നെ കൊണ്ട് കൂട്ടുന്ന പണിയില്ല. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. നീയൊക്കെ അര ട്രൗസർ ഇട്ടോണ്ട് അജന്തയിൽ ആദ്യ പാവം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഒക്കെ ഇക്കമാരോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. നിന്റെ ബാപ്പയോ മച്ചാന്മാരോ ആണെങ്കിൽ എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നിന്റെ ഒക്കെ ഇക്കമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പയോ മച്ചാനോ ആണെങ്കിൽ മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നു. മച്ചാൻ ആ കുഴപ്പമില്ല. ബാപ്പയോ മച്ചാനാണെങ്കിൽ അവിടെ നിന്നിട്ട് പറഞ്ഞു. എന്തല്ലേ? അത് നിന്റെ ബാപ്പയോ മച്ചാനോ ആണെങ്കിൽ മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ നമ്മൾ ഈ കളം വിടുന്ന പ്രശ്നമില്ല. ഓക്കെ മതി. അടിപൊളി കേട്ടോ. എല്ലാറ്റിലും മുൻപന്തിയില, പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. അടുത്തതായി ഞാൻ ദൈവത്തിന്റെ സ്വന്തം പുത്രിയെ വിളിക്കാൻ ഡിവോട്ടി ഓഫ് ഗോഡ് ഇസബെല്ല. ഇസബെല്ല നല്ല ഹെയറാണ്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അപ്പോൾ ഡയലോഗ് ബൈ ഹാർട്ട് ആണല്ലോ. ഇത്രയും സമയം കിട്ടി അപ്പോൾ എല്ലാവരെയും കാട്ടി നല്ലവണ്ണം പറയാൻ പറ്റും. ആ ഇവരൊക്കെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു. റെഡിയല്ലേ? നമ്മൾ റെഡിയല്ലേ? നീയൊക്കെ പണ്ട് അര ട്രൗസർ വിട്ട് അജന്തയിൽ ആദ്യ പാപം കണ്ടോണ്ട് നടന്നപ്പം നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെയൊക്കെ ഇക്കാമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. എൻ്റെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു സാക്ഷി ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അത് എൻ്റെ മച്ചാനോ ബാപ്പയോ ആണെങ്കിൽ ടീച്ചറുടെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ഞാൻ ഈ കളം വിടുന്ന പ്രശ്നമില്ല. സത്യസന്ധത. യെസ്. അപ്പോൾ അടുത്തായിട്ട് വേദിയിലേക്ക് വരുന്നു പ്രിയങ്ക. റെഡിയല്ലേ? ആക്ഷൻ. നീയൊക്കെ അര ട്രൗസർ ഇട്ട് കറക്റ്റ് സാധനമായിരുന്നു. ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിപാപം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോട് ചോദിച്ചാലാ. അതാണ് മൂവി ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. ബാക്കി പറയട്ടോ. നീയൊക്കെ പണ്ട് അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിപാപം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. എൻ്റെ അമ്മേനെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ തീരെ കൾച്ചർ ഇല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ സാക്ഷി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് നിന്റെ ബാപ്പയോ മച്ചാമാരോ ആണെങ്കിൽ ടീച്ചറിന്റെ മോൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിട്ട് പോകത്തില്ല. അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ആരെ വിടാം നമുക്ക്? ഓക്കെ, മാളവിക വരും. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. റെഡി, ആക്ഷൻ. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജണ്ടയിൽ ആദ്യ പാപം കണ്ടോണ്ട് നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ ഈ സീൻ വിട്ടതാ. വണ്ടർഫുൾ. നീയൊക്കെ അര ട്രൗസർ ഇട്ട ഇത് മറ്റേ ഫാഷൻ ഷോ. നീയൊക്കെ അര ട്രൗസർ ഇട്ടുണ്ട്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. കണ്ടല്ലോ, ക്യാറ്റ് വാക്കല്ല, അന്നനട മതി.
നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദ്യ ഭാവം അജണ്ട അല്ല, അജന്തയല്ലേ? അജന്ത. അതെന്തുവാ? അത് തിയേറ്ററിന്റെ പേര്. അങ്ങോട്ട് വാ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുന്റെ അച്ചു. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദ്യ ഭാവം കണ്ടോണ്ട് നിൽക്കുന്ന ടൈമില് ഞങ്ങൾ ഈ സീൻ വിട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്ത വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പയോ മച്ചാനോ ആണെങ്കിൽ പറയൂ. ടീച്ചറിന്റെ മോൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ഞാൻ ഈ കടം വിടില്ല. എന്തോന്ന്? കളം. വാ, ഒന്നുകൂടെ വാ. കടന്ന് ചിന്തിച്ചില്ല. കറക്റ്റ് ആയിട്ട് പറ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിടത്തില്ല. ഒരു ഡയലോഗ്. അത് കുഴപ്പമില്ല. എന്നാലും പോട്ടെ. സൂപ്പർ സൂപ്പർ അടി. ഞാൻ പോകുന്നു. ബൈ ബൈ. ഗലേന ആണ് ഇവിടെ നമ്മുടെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ ചോദിച്ചു ഒരു മീശ കിട്ടുമെന്ന്. അപ്പോൾ ഒരു മീശ കാണിച്ചൊന്ന് കാണിച്ചാൽ അതെങ്ങനെയാണെന്ന്. അടിപൊളി. അപ്പോൾ ഒരുപാട് ഐഡിയകളുള്ള ഒരാളാണ്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. റെഡി എന്നാ ആക്ഷൻ. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിലൂടെ എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. കുറച്ചു നേരത്തേക്ക് ബോധം പോയി. പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. നീയൊക്കെ അര ട്രൗസറും ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടോണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ സീൻ പണ്ടേ വിട്ടതാ. നിന്റെ കിക്കാമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയാം, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ വാപ്പാമാരോ മച്ചാമാരോ ആണെങ്കിൽ നിന്റെ പെങ്ങടെ റിങ്സലായി പോയിരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇവിടെ സൂക്ഷിച്ചോണം. ആണെങ്കിൽ അവരോട് പറയണം ടീച്ചറിന്റെ മകൻ വന്നിട്ടുണ്ടെന്ന്. അവനെ കിട്ടാതെ ഞാൻ ഈ കളം വിടുന്ന പ്രശ്നമില്ല. ഓ മതി. അടിപൊളി അടിപൊളി. യെസ്. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു ലബീബ. ലബീബ, എന്താണ് വിശേഷം? എവിടെയാണ് നാട്? എറണാകുളം. റെഡി ആക്ഷൻ. നീയൊക്കെ പണ്ട് അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോട് ചോദിച്ചാൽ അറിയാം. വീട് ഇവിടെ അടുത്താ. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടെന്നറിയാം. അത് നിന്റെ ബാപ്പയോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ സീൻ കളം വിടുന്ന പ്രശ്നമില്ല. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. ഇനി നമ്മൾ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരാൾക്ക് ഒന്നുകൂടി പെർഫോം ചെയ്യണം. എനിക്ക് ആദ്യം തന്നെ നിങ്ങളൊരു കെണി തന്നു. ആദ്യമേ എന്നെ അങ്ങ് ഡയലോഗ് പഠിക്കുന്നതിന് മുമ്പെയാണ് ഞാൻ പെർഫോം ചെയ്തത്. എന്നിട്ട് പോലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഫെമിയുടെ പേര് എപ്പോഴും ഫെബി എന്ന് പറയും. പണ്ട് എനിക്ക് ഫെബി എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. റെഡി? അതാണ് കോൺഫിഡൻസ്. മാസാണ്. കൊടുക്കും. യെസ് ആക്ഷൻ. നീയൊക്കെ പണ്ട് അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ടിരുന്ന സമയത്തെ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഒക്കെ ഇക്കാമാരോട് ചോദിച്ചാൽ അറിയാം. നീയൊക്കെ അര ട്രൗസർ ഇട്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ടിരുന്ന ടൈമിലെ നമ്മൾ ഈ സീൻ വിട്ടതാ. നിന്റെ ഒക്കെ ഇക്കാമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ അടുത്താ വീട്. ഞങ്ങളുടെ അമ്മയെ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ സാക്ഷി ഇവിടെ എവിടെയോ ഉണ്ട്. അത് നിന്റെ ഇക്കയോ ബാപ്പാമാരോ വല്ല ആണ്. അത് നിന്റെ ബാപ്പയോ ഇക്കാമാരോ വല്ല ആണെങ്കിൽ അവന്മാരോട് പറഞ്ഞേക്ക് മേരി ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന്. അവനെ കിട്ടാതെ ബിലാൽ ഈ സീൻ വിടുന്ന പ്രശ്നമില്ല. അടിപൊളി. അതാണ് കോൺഫിഡൻസ്. അടിപൊളി. സൂപ്പർ. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല. നിനക്ക് ഭാവിയുണ്ട്. യെസ്. അപ്പോൾ CMSലെ കുട്ടികൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മിടുക്കരാണ്, സുന്ദരികളാണ്. അവർ വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നവരും ഹാപ്പിയായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൈസ് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊന്നുമില്ല. ആദ്യം വിളിക്കുന്ന ആൾക്ക് ഫസ്റ്റ് എന്നൊന്നുമില്ല. കുറച്ച് പേര് നല്ലോണം പെർഫോം ചെയ്ത് അപ്പോൾ അതിൽ ഒരല്പം മുന്നിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങൾ പ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോകുന്നു ഇസബെല്ല. നന്നായിരുന്നു. അപ്പോൾ കേരളാസ് നമ്പർ 1 ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ റീറ്റെയിൽ ബ്രാൻഡായ മൈ ജി ഫ്യൂച്ചർ നൽകുന്ന അടിപൊളി ഒരു ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ?
യെസ്, അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് വളരെ ആറ്റിറ്റ്യൂഡായിട്ടുള്ള ഒരു ഗേളാണ്, സുന്ദരിയാണ്, എല്ലാവരെ പോലെ തന്നെ സുന്ദരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. വലിയൊരു കലാകാരിയാകാൻ പോകുന്ന കുട്ടിയാണ് അനന്തലക്ഷ്മി. സത്യം മാത്രമാണ് കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ നമ്പർ 1 ഹോം അപ്ലയൻസസ് ആൻഡ് ഡിജിറ്റൽ റീറ്റെയിൽ ബ്രാൻഡായ മൈ ജി ഫ്യൂച്ചർ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ്. അപ്പോൾ സിനിമയൊക്കെ വമ്പൻ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ആഞ്ചല. യെസ്, ആഞ്ചല ഒരേ തങ്കും കോമഡിയൊക്കെ ആയിരുന്നു, പക്ഷെ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. വരുമ്പോൾ അത് കണ്ടോണോ അത്. അപ്പോൾ വേണ്ട, കേരളാസ് നമ്പർ 1 ഹോം അപ്ലയൻസസ് ആൻഡ് ഡിജിറ്റൽ റീറ്റെയിൽ ബ്രാൻഡായ മൈ ജി ഫ്യൂച്ചർ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പിയാണല്ലേ? അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു, അദ്ദേഹം എന്താണ് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ വേണം കുട്ടികളായ. വിളിക്കുന്നു ഫെമി. വളരെ നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതാണ് വേണ്ടത്, ബോൾഡായിരിക്കണം ഇവിടെ. അപ്പം ഫെമിക്ക് നൽകുന്നു ഫിലോ റോസ് ലിങ്കറീസ് പാലാരിവട്ടം നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ്. ഓൺലി ഫോർ ലേഡീസിനുള്ളതാണ്, വിസിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഇനി നമുക്ക് വിളിക്കാം മാളവിക. വരൂ മാളവിക, ഭയങ്കര സ്റ്റൈലിഷാണ്. നിങ്ങൾ ശരിക്കും ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. റാംബോ ഒക്കെ പറ്റുന്ന ഒരാളാണ്. ചെയ്യാറുണ്ട്, അതാണ് മോഡലിംഗ് ചെയ്യാറുണ്ട്, എനിക്കത് മനസ്സിലായി. അപ്പോൾ ഫിലോ റോസ് ലിങ്കറീസ് പാലാരിവട്ടം നൽകുന്ന വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ്. നിങ്ങൾ വൺസ് അവിടെ വിസിറ്റ് ചെയ്യണം. ഓൺലി ഫോർ ലേഡീസിനുള്ളതാണ്. യെസ്, ഇനി നമുക്ക് വിളിക്കാം അഞ്ജന. യെസ് അഞ്ജന, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കേരളാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപ് കൂൾ നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ഞാൻ വിളിക്കുന്നു ഡോണ. ഡോണ എന്തൊക്കെയുണ്ട്? ഓക്കെ, അപ്പം ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപ് കൂൾ നൽകുന്ന ഒരു സമ്മാനമാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. യെസ്, ഇത് ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. അതോടെ ഇന്നത്തെ താൽക്കാലികമായിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.